പാലക്കാട് വാളയാർ അട്ടപ്പള്ളത്ത് അതിഥി തൊഴിലാളി കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ്. ആൾക്കൂട്ട കൊലപാതകം അത് ആ രീതിയിൽ പോലീസ് കൈകാര്യം ചെയ്തോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ആ വകുപ്പ് പോലും ഇതുവരെ ചുമത്തിയിട്ടില്ല, അത് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ആക്രമിച്ചിരിക്കുന്നത് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന റിമാൻഡിലുള്ള 5 പ്രതികളിൽ 4 പേരും RSSകാരാണ് എന്ന് പോലീസ് ഇന്ന് വൈകിട്ട് അറിയിക്കുകയും ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം, മൃതദേഹം ബന്ധുക്കൾ ഇതുവരെ ഏറ്റെടുത്തിരുന്നില്ല. 25 ലക്ഷം നഷ്ടപരിഹാരം വേണമെന്നായിരുന്നു ബന്ധുക്കളുടെ ആവശ്യം. പക്ഷേ അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. 10 ലക്ഷം നൽകാം എന്നുള്ള രീതിയിൽ ബന്ധുക്കൾ മൃതദേഹം ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലാണ് അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ SC/ST ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർക്കുന്നതിൽ അലംഭാവമുണ്ടോ, ഇല്ലെങ്കിൽ പോലീസ് എന്തുകൊണ്ട് അത് ചേർക്കുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കൂടുതൽ ഈ 5 പേർ മാത്രമാണോ, കൂടുതൽ ആളുകളിലേക്ക് നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ തല്ലിക്കൊന്നു എന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവരിലേക്ക് അന്വേഷണമോ അറസ്റ്റോ ഒന്നും ഉണ്ടാകാത്തത്, നിയമ നടപടികൾ നീങ്ങാത്തത് എന്നുള്ള ചോദ്യമുണ്ട്. ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തിരിക്കുകയുമാണ്. നൗഫുല, സംഭവം തന്നെ വളരെ ദുഃഖകരമാണ്. അത് സംഭവിച്ചു, പക്ഷേ ഈ പറഞ്ഞ വകുപ്പുകൾ ചുമത്തുന്നില്ല. പോലീസിൻ്റെ ഒരു അലംഭാവം ഉണ്ടോ അതിൽ? ഈ സംഭവം നിർഭാഗ്യകരമെന്നൊന്നും പറഞ്ഞാൽ പോരാ. നമുക്കിപ്പം ഇത് രാംനാരായൺ പാഗേൽ അല്ലേ, അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ ഓർമ്മ വരുന്നത് നമ്മുടെ ഖുത്ബുദ്ദീൻ അൻസാരിയുടെ മുഖമാണ്. 2002 ഗുജറാത്ത് കലാപത്തിൽ ഇങ്ങനെ ജീവന് വേണ്ടി തൊഴുകയോടെ നിൽക്കുന്ന ആ ഒരു, അത് ഗുജറാത്ത് കലാപത്തിൻ്റെ തന്നെ ഒരു മുഖമായിട്ട് മാറി ആ ചിത്രം. അതുപോലെ എനിക്ക് തോന്നി. കാരണം എത്ര എന്താ പറയുക, ഒന്ന് നിസ്സഹായനായി ഒന്നും ചെയ്യാൻ പറ്റാതെ അയാളിങ്ങനെ നിൽക്കണം. വീണ്ടും വീണ്ടും അയാൾ അടിക്കുന്നു, നിലത്തിട്ട് ചവിട്ടുന്നു, നെഞ്ചത്ത് ചവിട്ടുന്നു, മുഖത്ത് അടിക്കുന്നു. എന്നിട്ട് ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചിട്ട് ഹിന്ദിയിൽ ചോദിക്കുന്നു. ഇയാൾക്ക് അറിയുന്ന ഹിന്ദിയിൽ അയാൾ ചോദിക്കുന്നു, അയാളുടെ ഭാഷയിൽ മറുപടി പറയുന്നു. പക്ഷേ അതിലൊന്നും ഇവർക്ക് തൃപ്തരാകുന്നില്ല. ഇവരങ്ങ് അടിക്കണം. ബംഗ്ലാദേശി ആണെങ്കിൽ എന്താ, കൊല്ലപ്പെടേണ്ട ആളാണോ? അല്ലല്ലോ. അപ്പോൾ ഇങ്ങനൊരു ആൾക്കൂട്ട ആക്രമണം നടന്നു, വംശീയ ആക്രമണം നടന്നു. കേരളത്തിൽ അങ്ങനെ ഒരു ആക്രമണം ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതറിയുന്ന സർക്കാർ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? നമ്മുടെ നാട്ടിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവം അത് നടന്നിരിക്കുന്നു. നാടിന് നാണക്കേടാണ്, കേരളത്തിന് നാണക്കേടാണ്. സ്വാഭാവികമായും അതിൻ്റെ പരിഹാരക്രിയകൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ബാക്കി. അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടില്ല. അപ്പോൾ മറിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണം. ഒപ്പം നാടിന് സംഭവിച്ച, കേരളത്തിന് സംഭവിച്ച നാണക്കേട് ഒഴിവാക്കുകയും വേണം. പക്ഷേ എന്താ സംഭവിച്ചത്? സാധാരണ പോലീസ് ഏത് ചെറിയ കേസിലും എടുക്കുന്ന നടപടിക്രമങ്ങൾ മാത്രമാണ് എടുത്തത്. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ആ കൊണ്ടുപോകാനുള്ള കാശ് കൊടുത്തത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ 3500 രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഈ ബോഡി ഛത്തീസ്ഗഡിലേക്ക് എത്തിക്കാൻ വേണ്ടി 25,000 രൂപ തന്നാൽ എത്തിച്ചു തരാം, അതിന് ആംബുലൻസ് റെഡിയാക്കി തരാമെന്ന് ബന്ധുക്കളോട് പറഞ്ഞു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പോലീസ് പറഞ്ഞു എന്ന് ബന്ധുക്കൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നടപടികളിലേക്കാണ് പോയത്. പക്ഷേ ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? നമുക്കറിയാം, രാജ്യത്ത് 2014 മുതൽ ഇതുവരെ 200-ലേറെ ആൾക്കൂട്ട ആക്രമണ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അനൗദ്യോഗിക കണക്ക്. ഔദ്യോഗികമായൊരു കണക്ക് എവിടെയില്ല. അതിൽ കേരളം ഉണ്ടായിരുന്നില്ല. വംശീയ ആക്രമണത്തിൽ കേരളം ഉണ്ടായിരുന്നില്ല. ഈ 90%-ലധികം ആളുകളും മുസ്ലിങ്ങളായിരുന്നു. വംശീയമായി തന്നെ കൊലപ്പെടുത്തിയതാണ്. അങ്ങനെ ഒരു കേസ് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഉണ്ടാകില്ല എന്നാണ് നമ്മളൊക്കെ കരുതിയിരുന്നത്. നമ്മൾ അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്നത് അതാണ്. അതിനാണ് ക്ഷതമേറ്റത്. ആ ക്ഷതത്തെ മാറ്റാനുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ സർക്കാരിനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ചെയ്യേണ്ടിയിരുന്നത് ഈ പരിഹാരക്രിയകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഈ കുറ്റവാളികളെ ഉടൻ തന്നെ പിടികൂടുക, നല്ല വകുപ്പുകൾ, ഏറ്റവും ചേർന്ന വകുപ്പുകൾ, അതായത് ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ വകുപ്പുകൾ, SC/ST അട്രോസിറ്റി ആക്ട് ചേർക്കുക. ഇങ്ങനെ ഈ വകുപ്പുകളൊക്കെ ചേർത്ത് കുറ്റവാളികൾക്ക് ഒരു തരത്തിൽ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അവരെ പൂട്ടുകയാണ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ മൃതദേഹത്തിനോട് ആദരവ് കാണിക്കണം. ഈ മൃതദേഹത്തെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ നടത്തണം. ആ കുടുംബത്തിന് പറ്റിയ നഷ്ടത്തിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ കൊടുക്കണം. അത് എത്രയാണ് തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര തന്നെ കൊടുക്കണം. അവരാവശ്യപ്പെടുന്നതിലും അധികം തുക നമ്മൾ കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടിയിരുന്നത്. ഇനി വേറെ സിറ്റുവേഷൻ നമ്മൾ ആലോചിക്കാം. ഒരു വിനോദസഞ്ചാരി കേരളത്തിലേക്ക് വന്നൊരു വിനോദസഞ്ചാരിയാണെന്ന് വിചാരിക്കാം. ഒരു അമേരിക്കക്കാരെയോ ഒരു ബ്രിട്ടീഷുകാരെയോ ഏതെങ്കിലും അതുപോലുള്ള രാജ്യത്തു നിന്നൊരു ബ്രിട്ടീഷുകാരി വിനോദസഞ്ചാരത്തിന് വന്നു. അവർ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ട് മരണപ്പെട്ടു എന്ന് വെച്ചോളൂ. ആൾക്കൂട്ട കൊലപാതകം ആവണമെന്നില്ല, മറ്റെന്തോ കാരണത്താൽ മരണപ്പെട്ടു. നമ്മൾ എന്ത് ചെയ്യും? കേരളം എന്ത് ചെയ്യും? നാട് സടകുടഞ്ഞ് എഴുന്നേൽക്കില്ലേ? നമ്മളത് കണ്ടത് വർക്കലയിൽ കണ്ടത്. സർക്കാർ
കൈമെയ് മറന്ന് ക്ഷമിക്കില്ലേ? അമേരിക്കക്കാരിയാണ് കൊല്ലപ്പെട്ടതെങ്കിൽ ട്രംപിന് കത്തയക്ക് വരെ ചെയ്യില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നില്ലേ? ഇതൊരു പാവം ഛത്തീസ്ഗഡിൽ ഉള്ള ഒരാൾ, ബംഗ്ലാദേശിയാണെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാൾ, അയാൾ മരണപ്പെട്ടു. അയാൾക്ക് വേണ്ടി സർക്കാർ അനങ്ങിയിട്ടില്ല. നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് ചെയ്തത്? നമ്മുടെ മുഖ്യമന്ത്രി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി ഇവിടെ ഒരുക്കി വെച്ച സംവിധാനങ്ങൾ, പോലീസ് സംവിധാനം, അവർ കേസെടുത്തല്ലോ, ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തല്ലോ എന്നൊക്കെ ചോദ്യം വരാം. പക്ഷേ അത് മാത്രമാണോ ചെയ്യേണ്ടിയിരുന്നത്? ഇതൊരു പ്രത്യേക കേസാണ്. ഈ കേസ് ഇങ്ങനെ കണ്ടാൽ പോരാ. മുഖ്യമന്ത്രി സത്യം പറയുകയാണെങ്കിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ വിളിച്ച് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും സംഭവം ഉണ്ടായിപ്പോയി, ക്ഷമിക്കണം, അങ്ങനെ കുറ്റക്കാർക്കെതിരെ ഞങ്ങൾ നടപടിയെടുക്കും, ഇദ്ദേഹത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം ഞങ്ങൾ നൽകും, ഇനിയൊരു സംഭവം ഇങ്ങനെ ഉണ്ടാകില്ല, അതിനുള്ള ജാഗ്രത ഞങ്ങൾക്കുണ്ടാകും എന്ന് കൃത്യമായി പറയുകയല്ലേ മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത്? ഈ നാടിൻ്റെ പ്രതിനിധിയായിട്ട് മുഖ്യമന്ത്രി അവിടെ ആക്ട് ചെയ്യേണ്ടതല്ലേ? അത് ചെയ്തിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത്? അതല്ലേ നമ്മൾ ഈ ഏറ്റവും വലിയ പ്രശ്നം. എന്നിട്ടിപ്പം മോബ് ലിഞ്ചിങ്ങിന് കേസെടുത്തിട്ടില്ല. ഈ മോബ് ലിഞ്ചിങ്ങിന് കേസെടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പാലക്കാട് SP പറയുന്നത് എന്താണ്? അത് പരിശോധിച്ചിട്ട് തീരുമാനിക്കുമെന്നാണ്. SC/ST ആക്ടിന് ചേർത്തില്ല എന്ന് പറയുമ്പോൾ അതും അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് മരിച്ചിട്ട് 4-5 ദിവസമായി. ഇപ്പോഴും അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ്, അദ്ദേഹം ഏത് ജാതിയാണ്, പട്ടിക വിഭാഗത്തിൽപ്പെട്ടവനാണോ എന്നറിയാൻ ഇതുവരെ നമ്മുടെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ അലസമായി ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. എത്രത്തോളം ആ കുടുംബം അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുഃഖിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഈ നാടൊന്നാകെ ഈ ഒരു നാണക്കേടിൽ അമർന്നിരിക്കുകയല്ലേ. അപ്പം അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ സർക്കാരിനാണ്. ആ ഉത്തരവാദിത്തം സർക്കാർ ഇനിയെങ്കിലും നിറവേറ്റിയേ പറ്റൂ. നിഷാദ്, ആദ്യമായിട്ടല്ല നമ്മൾ എന്ന് തന്നെ പറയണം. കാരണം നമ്മളും അതിൽ ഉൾപ്പെടുന്ന നാണം കെട്ട് നിൽക്കുന്ന മനുഷ്യരാണ്. ആൾക്കൂട്ടം കൊല്ലുക എന്ന് പറയുമ്പോൾ മധുവിൻ്റെ കഥ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ നിയമവഴികളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിപ്പം നൗഫൽ പറഞ്ഞതുപോലെ മറ്റൊരു നമ്മൾ അതിഥി തൊഴിലാളി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പേരിട്ടത് കൊണ്ട് മാത്രം അതിഥി ആവുന്നില്ല. അപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി പോലും വളരെ വ്യത്യസ്തമാണ്. പലയിടത്തും നമ്മൾക്കറിയാം അവരെ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പം ഇതിൽ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിൻ്റെ വാക്കുകൾ ഭയങ്കര ഞെട്ടലുണ്ടാക്കുന്നത്. കാരണം ഒരു സ്ഥലമില്ല ശരീരത്തിൽ. അങ്ങനെയുള്ളൊരു കേസ് കൂടിയാണ്. അപ്പം ഈ രീതിയിൽ പരിഗണിച്ചാൽ മതിയായിരുന്നു അത്. അല്ല, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം മലയാളിക്ക് വംശീയത ഉണ്ടോ എന്ന് ചോദിച്ചാൽ മലയാളിക്ക് നല്ലപോലെ വംശീയതയൊക്കെ ഉണ്ട്. മലയാളി ഇങ്ങനെ വംശീയത ഇല്ലാത്ത, വർഗീയത ഇല്ലാത്ത, പരമത വിദ്വേഷം ഇല്ലാത്ത സമ്പൂർണ്ണരായ മനുഷ്യരാണെന്ന് അഭിപ്രായമൊന്നുമില്ല. പക്ഷേ നമ്മുടെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷതയ്ക്ക് ഒപ്പം നിൽക്കുന്നതാണ്. അത് ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ കണ്ടു. അപ്പോൾ വർഗീയതയെ പൂർണ്ണമായും സ്വീകരിക്കാൻ കഴിയും വിധത്തിൽ നമ്മുടെ പൊതുമനസ്സ് മാറിയിട്ടില്ല. പക്ഷേ സംഗതി കയറി അകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് തെളിയിക്കുന്നതാണ് ഈ ഇൻസിഡൻറ്റ്. കാരണം ഇന്ത്യയിൽ 100 വർഷമായിട്ട് ഒരു സംഘം ആളുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പ്രധാന സംഗതി മതത്തിൻ്റെ, വംശത്തിൻ്റെ, പ്രദേശത്തിൻ്റെ പേരിൽ ആളുകളെ അപരവൽക്കരിക്കുകയും ആട്ടി ഓടിക്കുകയും കൊന്നുകളയുകയും ചെയ്യുക എന്ന സംഗതി ഇന്ത്യയിൽ നടക്കണം എന്നാഗ്രഹിച്ച് പണിയെടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ 100 വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ അതുണ്ടായിരുന്നില്ല. കേരളത്തിൽ അത് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. അതാണ് നേരത്തെ നൗഫൽ പറഞ്ഞത്. അതിൻ്റെ പ്രാധാന്യം അതൊരു സാധാരണ ക്രിമിനൽ കേസല്ല. കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുന്നോട്ട് വെക്കുന്ന അവരുടെ നേട്ടങ്ങളിലൊന്നാണ് കലാപങ്ങളില്ലാത്ത കേരളം, വർഗീയത ആക്രമണങ്ങളില്ലാത്ത കേരളം. അപ്പോൾ സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേനിയാണ് ഞങ്ങൾ ഭരിക്കുന്ന കാലത്ത് വർഗീയ സംഘർഷങ്ങളില്ല, കലാപങ്ങളില്ല, ലിഞ്ചിങ് ഇല്ല. ഇതൊക്കെ സർക്കാർ അവകാശപ്പെടുന്നതാണ്. നോർത്ത് ഇന്ത്യയിൽ എവിടെയും പോയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇവിടെ ഇല്ലാന്ന്. അപ്പോഴാണ് വാളയാറിൽ 4-5 പേര് കൂടി ഒരു ചെറുപ്പക്കാരനെ അടിച്ചു കൊല്ലുന്നു. അയാൾ ബംഗ്ലാദേശി മുസ്ലിം എന്ന ഒറ്റ കാരണം, ബംഗ്ലാദേശി മുസ്ലിം ആയിരിക്കും എന്ന ഒറ്റ മുൻവിധിയിന്മേൽ കൊല്ലുകയാണ്. വേറൊരു റീസണുമില്ല. അപ്പോൾ അത് ആ നിലയ്ക്ക് അഡ്മിറ്റ് ചെയ്യാൻ സർക്കാരിന് പ്രയാസം കാണും. ഒന്നാമത്, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഭരിക്കുമ്പോൾ ഒരു മുസ്ലിം എന്ന സംശയം തോന്നിയിട്ട് ആളെ അടിച്ചു കൊന്നു എന്ന ഒരു സംഗതി അംഗീകരിക്കാൻ സർക്കാരിന് പ്രയാസം കാണും. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം സർക്കാരിനകത്ത് വളരെ ലൗഡായിട്ട് ഇടപെടുത്തുന്നത് എനിക്ക് തോന്നുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ തീവ്രമായൊരു പ്രതികരണമൊന്നുമല്ല, പക്ഷേ അദ്ദേഹം ഇടപെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പ്രതികരണം കൊണ്ട് ഇടപെട്ടു. 5ാമത്തെ ദിവസമാണ് ഇടപെടുന്നത്. പാലക്കാടുകാരനായ മന്ത്രി MP രാജേഷ് ഇടപെടുന്നത് 5ാമത്തെ ദിവസമാണ്. ഇതിനകത്ത് RSകാരാണ് എന്ന് പറയുന്നത്. K കൃഷ്ണൻകുട്ടി എന്ന പാലക്കാട്ടെ മന്ത്രി ഇനിയും ഇതിനകത്ത് ശബ്ദിച്ചിട്ടില്ല എന്നത് കാണേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് സർക്കാരിൻ്റെ ഒരു കൺസേൺ ഒരു പക്ഷേ അതായിരിക്കും. പക്ഷേ അത് കേരളത്തിൻ്റെ പൊതുവായ താല്പര്യത്തോട് ചെയ്യുന്ന വഞ്ചനാപരമായ സമീപനമാണ്. നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ, നമ്മുടെ സമൂഹത്തിനകത്തേക്ക് വർഗീയത അരിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ, നമ്മുടെ സൊസൈറ്റിക്കകത്ത് വർഗീയമായ ഭിന്നിപ്പുണ്ടാക്കാൻ ആളുകൾ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യുക, അതിന് പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ബാധ്യത. ഇപ്പോൾ ഇതിനകത്തൊരു പ്രധാന സംഗതിയുള്ളത്,
ഇപ്പോൾ ഈ ആൾക്കൂട്ട ആക്രമണമാണ്. രാജ്യത്തെമ്പാടും ആൾക്കൂട്ട ആക്രമണം നടക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. കൂടുതലും ദലിതും ഓർ മുസ്ലിംസാണ് ഇതിൻ്റെ ഇരകളാക്കപ്പെടുന്നത്. അതിൽ ആൾക്കൂട്ട ആക്രമണത്തിന് ശിക്ഷ നൽകാൻ കഴിയുന്ന പ്രത്യേകമായ വകുപ്പുകൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ BNS വന്നല്ലോ, ഭാരതീയ ന്യായ സംഹിത. ഭാരതീയ ന്യായ സംഹിതയുടെ 103(2) ആണെന്ന് തോന്നുന്നു പ്രകാരം ഈ ആൾക്കൂട്ട ആക്രമണം ഗുരുതരമായ കുറ്റമാണ്. അതിൽ പങ്കെടുത്ത അതിൽ 5 അതിൻ്റെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ 5 അതിലധികമോ ആളുകൾ ജാതീയമായ, മതപരമായ, ദേശപരമായ, ഭാഷാപരമായിട്ടുള്ള, ലിംഗപരമായിട്ടുള്ള ഏതെങ്കിലും കാരണത്തെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വ്യക്തിപരമായ എന്തെങ്കിലും സംഗതി, മോഷണക്കുറ്റം ആരോപിച്ച പോലെയുള്ള സംഗതി ഉണ്ടല്ലോ, ഒരാളെ സംഘം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയാൽ ആ സംഘത്തിലെ ഓരോരുത്തർക്കും വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം ഇത് ഉറപ്പാക്കുന്നതാണ് നിയമം. എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കടുത്ത ശിക്ഷ നൽകാൻ കഴിയുന്ന തരത്തിലാണ് BNS-ൽ ഭാരതീയ ന്യായ സംഹിതയിൽ മാറ്റം കൊണ്ടുവന്നത്. ഇവിടെ 5 പേര് ചേർന്ന് 5 BJP RSS അനുഭാവികളോ പ്രവർത്തകരോ ചേർന്ന് ഒരു മനുഷ്യനെ ബംഗ്ലാദേശി മുസ്ലിമാണെന്ന ആരോപണം ഉന്നയിച്ച് അടിച്ചു കൊന്നിട്ട് ഈ നിമിഷം വരെ അതിൽ ഈ പറയുന്ന BNS-ലെ ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ വകുപ്പ് ചേർത്തിട്ടില്ല. എന്ന് വെച്ചാൽ ഈ പ്രതികൾക്ക് പരമാവധി ശിക്ഷ കിട്ടാൻ പാടില്ല എന്ന പ്രത്യേക താല്പര്യം അതിനകത്ത് പ്രവർത്തിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കീഴിൽ എന്നതാണ് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. ഈ സമീപകാലത്ത് RSSകാർ ഈ രാജ്യത്ത് ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ള പല ആക്രമണങ്ങളുടെ കാര്യത്തിലും അവർക്ക് പരമാവധി ശിക്ഷ കിട്ടാൻ പാടില്ല എന്ന്, അല്ലെങ്കിൽ അവർക്ക് ശിക്ഷയെ കിട്ടാൻ പാടില്ല എന്നൊരു കേരളത്തിലെ പോലീസ് പ്രവർത്തിച്ചതിൻ്റെ ഉദാഹരണമാണ് നാം നിരന്തരമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. റിയാസ് മൗലവി വധം മുതൽ ഇങ്ങോട്ട് എടുത്താൽ പല കേസുകളിലും പോലീസ് സ്വീകരിക്കുന്ന ഈ സമീപനം വളരെ പ്രകടമാണ്. എന്തുകൊണ്ടാണ് ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ കുറ്റമില്ലാത്തത്? RSSകാർ പ്രതികളായിട്ടുള്ള കേസാണെന്ന് രാഷ്ട്രീയക്കാരായിട്ടുള്ള CPMകാർ പറയുന്നു, വലിയ തോതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. പക്ഷേ ആ പ്രതിഷേധം രേഖപ്പെടുത്താൻ നമുക്കാണ്, ഞാനും ധന്യയും നൗഫലും പ്രതിഷേധം രേഖപ്പെടുത്താൻ പറ്റും, നമുക്കതേ പറ്റൂ. പക്ഷേ സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന ആളുകൾ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടവരല്ല, അവരുടെ കയ്യിൽ അധികാരത്തിൻ്റെ ആയുധങ്ങളുണ്ട്, അവരതെങ്ങനെ പ്രയോഗിക്കുന്നു എന്ന ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുകയാണ്. എന്തുകൊണ്ട് 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എന്തുകൊണ്ട് ഇതിനകത്ത് ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ കുറ്റം ചുമത്തിയില്ല? പരിശോധിച്ച് വരികയാണ് എന്ന് പറയാണ് സർക്കാർ. ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം എന്താണ് അതിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന്. ഒരാളെ പിടിച്ചു നിർത്തി അയാൾക്ക് മേൽ സംശയത്തിൻ്റെ ആരോപണങ്ങൾ ചുരഞ്ഞുകൊണ്ട് അയാളെ അടിച്ച് കൊല്ലുകയാണ്. അയാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അയാളുടെ ശരീരത്തിൽ ചതവോ മുറിവോ ബ്ലീഡിങ്ങോ ഇല്ലാത്ത ഒരു സ്ഥലം പോലും ബാക്കിയില്ല എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയാണ്. പരിശോധിച്ച് വരികയാണ്, എന്താണ് മോട്ടീവ് എന്നത് പരിശോധിച്ച് വരികയാണ്. അപ്പോൾ തമാശ ആലോചിച്ച് നോക്കണം. അതായത് ഇവിടെ മുഖ്യമന്ത്രിയെ കൊല്ലാൻ പദ്ധതി ഇട്ടുവെന്നൊരു പേരിൽ പോലും ഷുവർണ കേസിലെടുത്ത കേസ് നമുക്ക് ഓർമ്മയുണ്ട്. കരിങ്കൊടി കാണിക്കാൻ വരുന്നവർക്കെതിരെ വധശ്രമ കുറ്റം ചുമത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പ്ലെയിനിൽ മുദ്രാവാക്യം വിളിച്ചവർക്കെതിരെ വധശ്രമ കുറ്റം ഇടാനൊന്നും ഒരു മടിയുണ്ടായിരുന്ന പോലീസല്ല. അപ്പം മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നവർക്കെതിരെ വധശ്രമ കേസിടാൻ, മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നവർക്കെതിരെ വധശ്രമ കേസിടാൻ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനെതിരെ ഷുവേർന്ന് പ്രതിഷേധിച്ചവർക്കെതിരെ പരമാവധി കുറ്റം ചുമത്താൻ ഒരു മടിയുമില്ലാത്ത ഒരു പോലീസ് സംവിധാനം RSSകാരായ ആളുകൾ മുസ്ലിമാണെന്ന ആരോപണം ഉന്നയിച്ച് ഒരു ഛത്തീസ്ഗഡുകാരനെ അടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ അവർക്ക് പരമാവധി ശിക്ഷ കിട്ടുന്ന വകുപ്പുകൾ ഈ ദിവസവും 5-ാം ദിവസവും ഇട്ട് കഴിഞ്ഞിട്ടില്ല എന്നതിന് ഇവിടുത്തെ സർക്കാർ മറുപടി പറയണം. അല്ലാതെ വലിയ വർത്താനം ഫേസ്ബുക്കിൽ വന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടോ കാര്യമില്ല എന്നാണ് പ്രധാന സംഗതി. രണ്ടാമത്, ഇതൊരു സാധാരണ ക്രിമിനൽ കേസല്ല, മറിച്ച് കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ പരിസ്ഥിതിക്കകത്തേക്ക് വർഗീയത ഇരച്ചരിച്ച് കയറുകയും വഴിയിൽ കാണുന്ന ആളുകളെ മതവും ജാതിയും ലിംഗവും ചോദിച്ച് തല്ലിക്കൊല്ലാൻ കഴിയും വിധത്തിൽ വിഷം നിറഞ്ഞ മനുഷ്യർ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അത് തടയാൻ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഇനീഷ്യേറ്റീവ് എടുക്കാനുണ്ടോ? അതൊരു ചോദ്യമാണ്. അല്ലാതെ നിങ്ങൾ ഈ കേസ് എടുത്തുകൊണ്ടും ഇവരെ പിടിച്ച് അകത്തിട്ടുകൊണ്ടും മാത്രം അവസാനിക്കുന്ന ഒന്നല്ല. ഈ നാട്ടിൽ വിഷം ഒഴുകി പരക്കുന്നുണ്ട്. അത് തടയാൻ നിങ്ങളുടെ കയ്യിൽ വല്ല പരിപാടിയുമുണ്ടോ എന്ന ചോദ്യത്തിനും സർക്കാർ മൗനം അവലംബിക്കുകയാണല്ലോ. കാരണം ഇത് ഉറക്കെ സംസാരിക്കുകയാണ് കാര്യം, ഉറക്കെ സംസാരിക്കുക പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ നടക്കത്തില്ല ഈ പരിപാടി എന്ന് ഉറക്കെ പറയാനുള്ള ബാധ്യത നിറവേറ്റുന്നില്ല. കാരണം ഇതൊരു ആൾക്കൂട്ട ആക്രമണം, വംശീയ ആക്രമണം, വംശീയ കൊലപാതകം എന്നതുപോലും ഉറക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പല ആൾക്കാരും മടി കാണിക്കുകയാണ്. അത് കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ യശസ്സിനെ ബാധിക്കാതിരിക്കാനൊക്കെ ആയിരിക്കും, പക്ഷേ അത് വഞ്ചനാപരമായിട്ടുള്ള സമീപനമാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കാര്യത്തിൽ നോക്കൂ. അതായത് ആ ആൾക്കൂട്ടം ആക്രമണം ഉണ്ടായതിനു ശേഷം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഡോക്ടർ വന്ദന ദാസ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ അക്രമി കുത്തിക്കൊന്നു. ആ ആക്രമണം ഉണ്ടായപ്പോൾ കേരളം മൊത്തം ഞെട്ടിപ്പോയത് നമ്മൾ ഓർമ്മയുണ്ടോ? അവിടെ എത്ര മന്ത്രിമാർ വന്നു ഓർക്കണം. ഇവിടെ ഒറ്റ മനുഷ്യൻ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആൾ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവിടെ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള മനുഷ്യന്മാർ അവിടെ നിൽക്കുകയാണ്. അവരുടെ കുടുംബം അവിടെ ഒന്ന് 2 കുഞ്ഞുങ്ങളെ ആയിട്ട് ഇപ്പോൾ അവിടെ മറുവാക്കിലെ അംബിക പറഞ്ഞേക്കാം, പല ജനറൽ കമ്പാർട്ട്മെൻറ്റ് ട്രെയിനുകൾ കയറി നരകിച്ച് യാത്ര ചെയ്തിട്ടാണ് അവരുടെ കുടുംബം ഇവിടെ വന്നത്. 3 ട്രെയിനുകൾ കയറിയിട്ടാണ്. 2-3 ട്രെയിൻ കയറി ഇവിടെ വന്നിട്ട് അവരവിടെ കുത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ വേണമെന്ന് പറയാൻ, അല്ലെങ്കിൽ മൃതദേഹം കൊണ്ടുപോകാൻ സർക്കാർ ഫ്രീ ആയി കൊണ്ടുപോകാനുള്ള ഏർപ്പാട് തരണം എന്ന് പറഞ്ഞ് അവിടെ കുത്തിയിരിക്കുകയാണ്. ഒരു മന്ത്രി, പാലക്കാട്ടെ മന്ത്രിമാർ എവിടെയാണ്?
നമ്മുടെ നാട്ടിൽ ജോലി അന്വേഷിച്ചു വന്ന ഒരു മനുഷ്യനെ മതത്തിൻ്റെ പേരിൽ ഗൂണ്ടാ സംഘം, രാഷ്ട്രീയ വർഗീയ സംഘം അടിച്ചു വന്നിട്ട് അവിടെ പോയിട്ട് നിങ്ങളുടെ കൂടെയാണെന്ന് പറയാൻ ഇവിടുത്തെ മന്ത്രിമാർക്ക് വേറെന്താ തിരക്ക്? അല്ലെങ്കിൽ അവിടുത്തെ കളക്ടർക്ക് എന്താണ് തിരക്ക്? അപ്പോൾ ഈ പറയുന്ന പ്രിവിലേജ് ഇല്ലായ്മയുടെ പ്രശ്നം ഇതാണ്. പ്രിവിലേജ് മാറ്റേഴ്സ് എന്ന് പറയും. അപ്പർ ക്ലാസ്സുകാരൻ മരിച്ചാൽ, നേരത്തെ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള യൂറോപ്യൻ ടൂറിസ്റ്റ് മരിച്ചാൽ മാത്രം പോകുന്ന, അല്ലാത്ത സ്ഥലത്ത് പോയിട്ടില്ലെന്നല്ല. ഇവിടെ എന്തുകൊണ്ട് പോയില്ല? ഇത് കേരളത്തിലെ വലിയ വിഭാഗം മതനിരപേക്ഷ ബോധമുള്ള മനുഷ്യരെ സുഖു ആർ ബംഗ്ലാദേശി മുസ്ലിം എന്ന് ചോദിച്ചിട്ടാണ് കൊല്ലുന്നത്. അത് കേരളത്തിലെ മൊത്തം മുസ്ലിങ്ങളെ പോലും എന്ത് ചെയ്യുന്നതാണ്? ഭയപ്പെടുത്തുന്ന തരത്തിലൊരു സിനാരിയോ ആണ്. അപ്പോൾ ആ അത്തരത്തിൽ സീരിയസ് ആയിട്ടുള്ള ഒരു സംഗതിയെ ഒട്ടും കാര്യമായി എടുക്കാതിരിക്കുക. അവിടെ പോയി അവരുടെ കുടുംബത്തെ കാണുക. അവരുടെ കുടുംബത്തോട് മാപ്പ് പറയാനുള്ള ബാധ്യത നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനുണ്ട്. അവരത് നിർവഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ കുടുംബം അവിടെ വന്ന് കുത്തിയിരിക്കേണ്ടി വരിക, സമരം ചെയ്യേണ്ടി വരിക കുഞ്ഞുങ്ങളെയായിട്ട്. ഇത് സർക്കാരിൻ്റെ ഭാഗത്ത് വലിയ പാതകമാക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു തർക്കവുമില്ല. എന്ത് സംഭവിച്ചാലും ഗവൺമെൻറ് യശസ്സിനൊന്നും പറ്റാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി ഒരു വശത്ത്. രണ്ടാമത്തേത്, സംഘ്പരിവാറിൻ്റെ താല്പര്യത്തിനൊപ്പിച്ച് മാത്രം പോകുന്ന, സംഘ്പരിവാറിനെ പരിധി കവിഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത് എന്ന പ്രതിജ്ഞാമന്ത്രവുമായിട്ട് സഞ്ചരിക്കുന്ന ഒരു പോലീസ്. അതിന് മേലെ ഞങ്ങൾക്കൊരു നിയന്ത്രണവുമില്ല, അതിന് മേലെ ഞങ്ങൾ ഒരു ഫോഴ്സും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അത് അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. അതിനപ്പുറം പോയാൽ സംഘ്പരിവാറിനെ പരിധി വിട്ട് ബുദ്ധിമുട്ടിക്കാൻ രാഷ്ട്രീയമായി ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണോ? ഇതിലേതാണ് സംഭവിച്ചതെന്ന കാര്യം വിശദീകരിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ആകമാനമുള്ള മൗനവും ഇതിലെടുത്തു കാണേണ്ട ഒന്നാണ്. വലിയ തോതിൽ ഞെട്ടൽ രേഖപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. താലിബാനികൾ കേരളത്തിൽ കൂടിപ്പോയോ എന്ന പേരിലൊക്കെ ഞെട്ടുന്ന ആൾക്കാരുണ്ട്. ആ ആൾക്കാരാണ് ഹിന്ദുത്വ വംശീയവാദികൾ. വഴിയിൽ ആളുകളെ അടിച്ചു കൊല്ലുന്നത് കേട്ടും ഞെട്ടാത്ത മനുഷ്യർ, സർക്കാരിന് മേലൊരു രാഷ്ട്രീയ സമ്മർദ്ദവും കൊടുക്കാത്ത മനുഷ്യർ, സമൂഹം ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫൈനലി അവശേഷിക്കുന്ന കാര്യം, ഗവൺമെൻറ് ഇതൊന്നും എല്ലാം മൂടി വെച്ചാലും, ഇതെല്ലാം അട്ടിമറിക്കാൻ ശ്രമിച്ചാലും ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല, ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടില്ല, ഇതൊന്നും ഡിസക്റ്റ് ചെയ്യപ്പെടില്ല എന്ന് വിചാരിക്കാൻ പാടില്ല. ഗവൺമെൻറ് ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള വാചകം എന്നല്ല, അതിനപ്പുറം എടുക്കേണ്ട നടപടിയുണ്ട്. അതിലെടുക്കാത്ത ഈ വഞ്ചനാപരമായ സമീപനം അടയാളപ്പെടുത്തുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.